ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രാവിലെ ഇറങ്ങിയതാണ് മീനെ പിടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇന്ന് മീനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ മീനില്ലാന്ന് തോന്നുന്നേ. അതുകൊണ്ട് എന്തായാലും വന്നതല്ലേ, എൻ്റെ കൂട്ടുകാർക്ക് ഒരു ചലഞ്ച് കൊടുത്താലോ? ഗൈസ്, ഒരു ചലഞ്ച് തന്നാലോ നിങ്ങൾക്ക്? ചലഞ്ച് വേറെ ഒന്നല്ല, ചെറിയൊരു ചലഞ്ച്. ഇവിടുന്ന് നീന്തണം, ആ തട്ടം വരെ പോയിട്ട് എത്തണം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഒരു 300-400 മീറ്റർ ഉണ്ടാവും. അവിടം വരെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് കുഴിമന്തിയായിട്ട് അങ്ങോട്ട് വരും. ഷുവർ. ആരെ കൊണ്ടാ പറ്റുമോ? മഞ്ജു, സൺലേട്ടാ, മന്തി കിട്ടുമോ? ഷുവർ, 100%. നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ മന്തിയായിട്ട് വരും. ഓക്കെ, ആ സ്റ്റാർട്ട്. അതവിടെ കിടക്കട്ടെ. വേറെ കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കാൻ ഇങ്ങനത്തെ വീഡിയോസ്. ഇവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴിമന്തി വാങ്ങി തരാം. കുഴിമന്തല്ല, പിന്നെ കുഴി മാന്തണ്ടവരും അവിടെ പോയിട്ട്. മനസ്സിലായോ? ഈ അതൊക്കെ പോട്ടെ. ഈ വീഡിയോ എടുക്കുന്ന എനിക്ക് എന്തിനാ വീഡിയോ എടുക്കുന്നത്? വേറെ എന്തൊക്കെ ഗെയിമുണ്ട്? ഇവിടെ 100 മീറ്റർ ഓട്, ഇല്ല ഒരു മാങ്ങണി വാങ്ങി കല്ലെടുത്ത് വീഴ്ത്ത്, അങ്ങനെ വീഴ്ത്തുന്നവർക്ക് കുഴിമന്തി വാങ്ങി തരാം. ഈ ഇതിലെന്നെ വേണം നിങ്ങൾക്ക് കുഴിമന്തി? എന്താ പറയാ, ഇപ്പൊ എന്തിനാ വീഡിയോ തന്നെ എടുത്ത്? അത് പറ. വീഡിയോ ഒന്നല്ല, ഒരു ചലഞ്ച്. എന്തായാലും വന്നതല്ലേ നമ്മള്, അതുകൊണ്ട് മാത്രം റീച്ച് കിട്ടും. അത്രേ ഉള്ളൂ. വല്ലതും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു. ആര് കഷ്ടപ്പെടും? നിങ്ങളോ? ഈ ക്യാമറ എടുത്തിട്ടുണ്ട്. ഇതിന് എത്ര ദിവസം കഷ്ടപ്പെടും? 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. അത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ അവരവരുടെ ജീവിതം നോക്കി പോകില്ലേ? ഈ പാവത്തിന്റെ ജീവിതം. അത് സത്യമാണ്. തമാശ പറയല്ലേ, സീരിയസ് തന്നെയാണത്. ചിരിക്കണ്ട, ക്യാമറ മില്ലുന്നുണ്ട്. സീരിയസ് ഉള്ള കാര്യം തന്നെയാണത്. വലിയ കാര്യത്തില് വീഡിയോ പോകും. ഇടയിൽ നിന്ന് തളർന്നു കഴിഞ്ഞാൽ നടന്ന് കിടക്കാൻ അറിയോ? വെള്ളത്തിൽ സ്ട്രെസ് ചെയ്യാൻ അറിയോ? ഒരേ ഫ്ലോയിലെ പോകാറിയുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു നീന്തിട്ട് 8ാം ക്ലാസ്സിൽ ഞങ്ങൾ 2 ഒപ്പം നീന്തിയതാണ്. അതിന് ശേഷം ഇപ്പം എത്ര കൊല്ലമാണ്? ഒരു 10-15 കൊല്ലത്തിന് മേലെയാണ് വെള്ളത്തിൽ നീന്തിയിട്ടില്ല. ഈ പെട്ടെന്ന് പണ്ടത്തെ ഒരു നല്ല സിമ്മറായിരുന്നു കേട്ടോ, അത് വേറെ ഇല്ല പറയുന്നില്ല. പക്ഷെ നീന്തി കുറവ് ദിവസമായി. പിന്നെ കുറേ കാര്യങ്ങളും ഫിസിക്കലി കുറച്ച് ഡൗൺ ആണ് ഇപ്പോൾ. ആ നേരത്തെ നീന്തി കഴിഞ്ഞാൽ 100 മീറ്റർ ഓടണമാരില്ല. അച്ഛനെ 400 മീറ്റർ നടക്കണം നീന്തൽ. 100 മീറ്റർ ഓടുമ്പോൾ തന്നെ 10 വെക്കും. മനസ്സിലായി? നായന്മാരെ വെറുതാക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോയി. അത് തന്നെയാണ് ഞാനായാലും ഇതാണോ എൻ്റെ കൂട്ടുകാർ മഞ്ജു ആയാലും 2 ദിവസം കുറച്ച് കാര്യം കുറേ വീട് ഇതേമാതിരി ചെയ്തിട്ട് നല്ല അപ്പാടത്തിൽ പോയിട്ടിട്ട് ഈ വീട് ഇല്ലത് കളയും. എന്നിട്ട് അവൻ നീന്തി പോയിട്ട് മരണപ്പെട്ട് പറയും. ആക്ച്വലി റീൽസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ വീടിൽ നിന്ന് പുറത്ത് വരില്ല. സക്സസ് ആയ വീഡിയോ മാത്രമേ വരില്ല. അതിന് എത്ര നെഗറ്റീവ് ഉണ്ട് അതൊന്നും വീഡിയോയിൽ പബ്ലിഷ് ആയിട്ട് വരില്ല. പിന്നെ വേറെ എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ? കുഴിമന്തി അല്ല വേണമെങ്കിൽ ഞാൻ വാങ്ങി. എന്താ പറയാനുള്ളത്? അപ്പോഴേ വെള്ളത്തിൽ ചലഞ്ചൊക്കെ ഒഴിവാക്കാം. കരക്കുള്ളതേ കാരണം 100 മീറ്റർ ഓടാൻ നമ്മൾ 3 മാങ്ങെറിഞ്ഞ് വരുത്തേ. പക്ഷെ അത് ഗെയിം പലതുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചാലഞ്ച് കിട്ടുമ്പോൾ ഒരുപാട് പേര് നോക്കി നിൽക്കും. മനസ്സിലായോ? ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചാലഞ്ച് നടത്തിട്ട് നിങ്ങൾ കണ്ടോ? 23 ഈ കാണുന്ന ഇതിനകത്ത് വീണ് ചത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആര് ചാവെന്ന് നോക്കട്ടെ. ഇതാ കണ്ടില്ലേ? ഈ ചാലഞ്ച് കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഒരുപാട് ചാലഞ്ചുകളുണ്ട് ആശാന. ഇത് വേണ്ട, വേറൊരു ചാലഞ്ച് കൂടെ ഉണ്ട്. പാലത്തിന് മേലെ ചാടിക്കഴിഞ്ഞാൽ പഴംപൊരിയും പോത്ത് വാങ്ങിത്തരാൻ പറഞ്ഞിട്ട്. അതൊക്കെ വാങ്ങിയത് പാലത്തിനടിയിൽ മൊത്തം ചേറാണ്. ഇത്ര ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ എല്ലാം ചേറൊക്കെ ഈ കാല് കൂടി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ നിന്ന് വരാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ വേറെ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൂട്ടുകാരന്മാർ ചാലഞ്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. കൂട്ടുകാരും അപ്പോൾ നീന്തി പോകണ്ടല്ലോ, കാണാൻ അടിപൊളിയായിരിക്കില്ല പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇല്ലയെന്ന് പറയുന്നത് നമ്മൾ. പക്ഷെ വല്ലതും ആയിക്കഴിഞ്ഞാൽ അവൻ എന്നെ പോകുള്ളൂ. വെറുതെ അവിടെ ഇവിടെ വീഡിയോ കണ്ട് റീച്ചൊക്കെ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് പറയണല്ലോ ഞാൻ. അച്ഛനെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറെ എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ച് ഏറ്റെടുക്കണ്ട. ഓക്കെ. പിന്നെ ലൈഫ് ജാക്കറ്റ്. അങ്ങനെ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങിക്കോ. മനസ്സിലായോ? ഒരു 100-800 റുപ്യേ ഉള്ളൂ. നിങ്ങൾ എവിടെ ടൂർ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അങ്ങനെ വാങ്ങിട്ടോ. വെറുതെ കുറേ ചിലവാക്കിയിട്ട് പെട്രോൾ അടിച്ച് മതി. ഇതിനൊക്കെ ഒരുപാട് ചിലവുണ്ട് കുപ്പിക്കൊക്കെ. അതിന് ലൈഫ് ജാക്കറ്റ് വാങ്ങിയിട്ട് ലൈഫ് ലോങ് ഓടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കി. അടുത്ത വീഡിയോ കാണാം. ബൈ.